പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഇതിനകത്ത് വന്നു. പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റ് അതെന്ത് തിരിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് വെച്ചാൽ ഇതാ ഞാൻ പറയുള്ളൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞു. സഖാവ് റിയാസ് കട്ടക്കലിപ്പിലാണ്. അതായത് ഭാര്യ കരിമണൽ കർത്തയിൽ നിന്ന് 1.72 കോടി രൂപ എന്തിനു വാങ്ങി എന്നുള്ള ചോദ്യം എന്നോടാരും ചോദിക്കേണ്ട, എനിക്കതിനെക്കുറിച്ച് അറിയില്ല, അതൊക്കെ വാങ്ങിയവരോട് പോയി ചോദിക്കുക. ഇതാണ് ഇപ്പോൾ സഖാവ് റിയാസിൻ്റെ ഇപ്പോഴത്തെ നിലപാട്. അതായത് നമ്മുടെ പാർട്ടി സെക്രട്ടറി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇനി ഈ കാര്യത്തിൽ വീണയ്ക്കൊപ്പമില്ല എന്ന് പറയാതെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞു വെച്ചു. അതായത് അണികളൊക്കെ കൂടി ഒന്നായി പാർട്ടി സെക്രട്ടറിക്ക് തലയിലൂടെ ചൂടുവെള്ളം ഒഴിച്ച് ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. അതായത് ഇനി പിണറായിയുടെ മകളെ സംരക്ഷിക്കേണ്ട ബാധ്യത തൽക്കാലം പാർട്ടിക്കില്ല. അങ്ങനെ പാർട്ടിയെ നാണം കെടുത്തുന്ന മക്കളെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിയിലെടുക്കണ്ട. കോടിയേരി ബാലകൃഷ്ണന്റെ മക്കളോട് എന്താണോ കാണിച്ചത് അത് മതി തൽക്കാലം വീണയോട്. അതങ്ങട് ഗോവിന്ദൻ മാസ്റ്റർക്ക് മനസ്സിലായി. അണികൾ ഒന്നടങ്കം തിരിഞ്ഞാൽ അത് പ്രശ്നം വളരെ ഗുരുതരമാകും, പ്രത്യേകിച്ച് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ. അതുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന ഇറക്കി. ക്യാപ്സ്യൂളിൽ കണ്ടുവച്ചിരുന്നതാണ് വീണയെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ ഗതികെട്ട അവസാനം പ്രസ്താവന ഇറക്കി. മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം നീളട്ടെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പരാതികൾ വരട്ടെ, അല്ലെങ്കിൽ പറയട്ടെ, ആ സമയത്ത് ഇടപെടാം. തൽക്കാലം ഇപ്പോൾ ഈ വിഷയത്തിൽ ഇടതുപക്ഷം പ്രതികരിക്കുന്നില്ല. അത് സ്വന്തം കാര്യം അവരവർ നോക്കട്ടെ. അതായത് വീണ വാങ്ങിയിട്ടുണ്ടെങ്കിൽ വീണ തന്നെ അത് അനുഭവിക്കട്ടെ. ചോദ്യം ചെയ്യലോ അറസ്റ്റോ എന്താണെന്ന് വെച്ചാൽ വീണ വിജയൻ തന്നെ നേരിട്ടോട്ടെ. ഞങ്ങൾക്ക് അതിൽ യാതൊരു പ്രശ്നവുമില്ല. തൽക്കാലം മുഖ്യൻ്റെ മകളെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് സമയവുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകി കൈ മലർത്തി ഗോവിന്ദൻ മാസ്റ്റർ ഓടിത്തള്ളി. അതേ നിലപാട് തന്നെയാണ് റിയാസ്. ഭാര്യയൊക്കെ ശരി തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന സ്ഥിതിയിൽ പലരെയും വെട്ടി വീഴ്ത്തി, പലരെയും അടിവേര് തോണ്ടിയാണ് എന്നെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയൊക്കെ ആക്കിയത്. ആ കാര്യങ്ങളൊക്കെ ശരിയാണ്. പക്ഷേ തൽക്കാലം ഞാൻ എൻ്റെ സ്ഥാനം സംരക്ഷിക്കാനും എൻ്റെ തടി സംരക്ഷിക്കാനും എൻ്റെ മാന്യതയെ മാത്രമേ ഞാൻ സംരക്ഷിക്കുന്നുള്ളൂ. മറ്റാരെ കാര്യത്തിലും ഞാൻ ഇടപെടുന്നില്ല. അതുകൊണ്ട് വീണയുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും എന്നോട് ചോദിക്കേണ്ട എന്നാണ് മന്ത്രി പറയുന്നത്. മാത്രമല്ല ഇത്രയും ചോദിച്ച സ്ഥിതിക്ക് മന്ത്രി ഒരു കാര്യം കൂടെ പറഞ്ഞു. ഇനി ഈ പ്രൊമോയിലൊക്കെ എൻ്റെ ഫോട്ടോ കൂടെ നിങ്ങൾ വച്ച് ആണല്ലോ പ്രൊമോ വരുന്നത് പല ചാനലുകളിലും. അപ്പോൾ വീണ ഒറ്റയ്ക്ക് നിർത്തിയാൽ പോരെ പ്രൊമോയിൽ എന്നാണ് മന്ത്രിയുടെ പറയാത്ത ചോദ്യം. എങ്കിലും ആ പ്രൊമോയിൽ നിങ്ങൾക്ക് ചിരിച്ചുകൊണ്ടല്ല ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ വേണമെങ്കിൽ ഏതെങ്കിലും ക്യാമറാമാനെ അയച്ചാൽ ഞാൻ അങ്ങനെ 1-2 ഫോട്ടോ കൊടുത്തു വിടാം. അതൊരു ഔദാര്യം പോലെ മാധ്യമപ്രവർത്തകർക്ക് ഇട്ടുകൊടുത്തു. ഞാൻ അത്രയും വേണമെങ്കിൽ ചെയ്തു തരാം. അതിൽ കൂടുതൽ എന്നിൽ നിന്നൊന്നും പ്രതീക്ഷിക്കരുത്. എനിക്ക് വീണയെ അറിയില്ല, പിണറായിയെ അറിയില്ല, കമലയെ അറിയില്ല, ക്ലിഫ് ഹൗസും അറിയില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നെ ശല്യപ്പെടുത്താൻ ആരും വരല്ലേ. അതായത് പിണറായി വിജയൻ്റെ മകൾ വീണ തായ്ക്കണ്ടി ഇത്രയും നാൾ കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങൾ ഓരോന്നായി, സാമ്പത്തിക ക്രമക്കേടിൽ കെട്ടിപ്പൊക്കിയ കൊട്ടാരങ്ങൾ ഓരോന്നായി ഇങ്ങനെ നിലം പതിച്ച് താഴേക്ക് വരുമ്പോൾ റിയാസിന് മനസ്സിലായി ഇനി കൂടെ നിന്ന 8ൻ്റെ പണിയാവും കിട്ടാൻ പോകുന്നതെന്ന്. അതുകൊണ്ടാണ് മരുമോൻ ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല 1-1.5 ഓട്ടം ഓടാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ ചെന്ന് നിൽക്കുമെന്ന് മാത്രം ഇനി അറിഞ്ഞാൽ മതി. എന്തായാലും റിയാസ് സഖാവ് പറഞ്ഞത് പ്രേക്ഷകരും കൂടി ഒന്ന് കേൾക്കണം. എങ്ങനെയാണ് ഒരു സംഭവത്തിൽ നിന്ന് വലിയാൻ സഹാക്കന്മാർക്കുള്ള കഴിവെന്ന് ഇത് കണ്ടുപിടിക്കണം. അല്ലാതെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ വിശദമായ പ്രസ്താവന വന്നിട്ടുണ്ട്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി അതിൽ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പാർട്ടി നിലപാട് പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ ഇത് പറഞ്ഞല്ലേ, ഇത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വളരെ വിശദമായി കാര്യങ്ങൾ പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന വന്നു. പാർട്ടി സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവന ഇതിനകത്ത് വന്നു. പാർട്ടി സെക്രട്ടറി കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെ ചിലർ പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനാണല്ലോ, യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യം ലഭിക്കാത്തൊരു വിഭാഗം എനിക്ക് തോന്നുന്നു കുറേയേറെ മാധ്യമപ്രവർത്തകരാണ്. കാരണം നിങ്ങളുടെ മനസാക്ഷിക്ക് അനുസരിച്ചുള്ള വാർത്തകൾ നൽകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. മനസാക്ഷിക്ക് വിരുദ്ധമായി ചിലത് പറയേണ്ടി വരുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യ ദിനം നിങ്ങളെയൊക്കെ ആശംസിക്കുമ്പോഴും
നിങ്ങളുടെ ഉടമകളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികേട് നിങ്ങൾക്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം ഞാൻ പൂർത്തീകരിക്കട്ടെ. അതൊരു യാഥാർത്ഥ്യമാണ്. ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും CPIM-നെയും LDF സർക്കാരിനെയും സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറേ നേരിട്ടതാണ്. പ്രൊമോ കാർഡിലൊക്കെ നൽകുന്ന ചിത്രങ്ങൾ, ഇപ്പോൾ എൻ്റെ ചിത്രം ഉൾപ്പെടെ നൽകുന്നുണ്ട്. ആ ചിത്രങ്ങൾ ചിരിച്ചിട്ടുള്ള ചിത്രമാണ്. അപ്പോൾ ഒന്ന് പേടിച്ച് കാണുന്നൊരു മുഖം വരുന്നതാണ് നല്ലത്. അതിന് പറ്റിയൊരു ഫോട്ടോഗ്രാഫറെ പറഞ്ഞയച്ചാൽ ആ നിലയിൽ പോസ്റ്റ് ചെയ്ത് തരാം. ഇനി മുതൽ അത് കൊടുക്കുന്നതാവും കുറെ കൂടി വിഷയത്തിനനുസരിച്ച് നല്ലതെന്ന് തോന്നുന്നു. ബാക്കി നമ്മൾ പറഞ്ഞല്ലോ. ഇനിയിപ്പോ ബാക്കി പറഞ്ഞു. പാർട്ടി സെക്രട്ടറി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പാർട്ടി സെക്രട്ടേറിയറ്റ് അതെന്താ തിരിച്ച് പാർട്ടി സെക്രട്ടേറിയറ്റും കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് ചോദിച്ചാൽ ഇതാ ഞാൻ പറയുള്ളൂ. പാർട്ടി സെക്രട്ടറി പറഞ്ഞു മാധ്യമങ്ങളില്ലേ, മാധ്യമ ഉടമകൾക്ക് രാഷ്ട്രീയ താല്പര്യമുണ്ട്. സ്വാതന്ത്ര്യ ദിനത്തിൽ സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നത് നിങ്ങൾക്കാണ്. കാരണം ഉടമകൾ പറയുന്നതേ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റൂ. ബാക്കി നമ്മൾ പറഞ്ഞല്ലോ. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? ഉടമകൾ, നിങ്ങൾക്ക് ശമ്പളം തരുന്ന ഉടമകളുണ്ടല്ലോ, അവരൊക്കെ പല രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പോക്കറ്റിലാണ്. ആ ഉടമകളുണ്ടല്ലോ, ആ ഉടമകൾ നിങ്ങൾക്ക് ഒരു സ്വാതന്ത്ര്യം തരൂല. സ്വാതന്ത്ര്യ ദിന ആശംസകൾ നിങ്ങൾക്ക് നേരുമ്പോഴും മനസ്സിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നിങ്ങളുടെ ഉടമകൾ തരുന്നില്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളിലുണ്ട്. അത് മനസാക്ഷിയോട് ചോദിക്കാം. താങ്ക് യു.